കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിൽ കനത്ത മഴ തുടരുന്നു. കൂടരഞ്ഞിയിൽ ഉറുമി ഡാമിന് മുകളിലൂടെ വെള്ളം ഒഴുകുന്നു. കൂടരഞ്ഞി പഞ്ചായത്തിലെ ഹോം സ്റ്റേകളും റിസോർട്ടുകളും അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയപാതയിൽ ഈങ്ങാപ്പുഴയിൽ വെള്ളം കയറി. നാദാപുരം വിഷ്ണുമംഗലം ബണ്ട് നിറഞ്ഞു കവിഞ്ഞു. കോടഞ്ചേരി ഈരൂട് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി. അതേസമയം ചാലിയത്ത് കടലിൽ കുടുങ്ങിയ 17 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. സരീഷ് പി കെ വിവരങ്ങളുമായി ചേരുകയാണ്. സരീഷ്, അതിതീവ്രമായ മഴയാണ് പ്രത്യേകിച്ചും മലയോര മേഖലയിലൊക്കെ ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ വലിയ മഴക്കെടുതികളുമുണ്ട്. അപ്പോൾ എന്തെല്ലാമാണ് ഇപ്പോൾ നിർദ്ദേശങ്ങളായി നൽകിയിരിക്കുന്നത്? നിലവിലെ സാഹചര്യം എന്താണ്? മലയോര മേഖലകളിൽ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈങ്ങാപ്പുഴയിലാണ്. താമരശ്ശേരി ചുരത്തിനോട് ചേർന്ന്, അല്ലെങ്കിൽ താമരശ്ശേരിയും അതോടൊപ്പം തന്നെ വയനാട്ടിലേക്ക് പോകുന്ന പ്രധാന പാതയാണ് ഈ ഈങ്ങാപ്പുഴ എന്ന് പറയുന്നത്. ആ ഈങ്ങാപ്പുഴയിലെ സംസ്ഥാന പാതയാണ്, അല്ലെങ്കിൽ ദേശീയ പാതയാണിത്. അത് മുഴുവനായി വെള്ളം കയറിയൊരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ കടകളിലും അതോടൊപ്പം തന്നെ സമീപത്തെ വീടുകളിലുമൊക്കെ കാര്യമായ രീതിയിൽ വെള്ളം കയറുന്നൊരു സാഹചര്യമുണ്ട്. ഇന്ന് രാവിലെ 5:30 മുതൽ തന്നെ ഈ മേഖലയിലേക്ക് വെള്ളം കയറിയിരുന്നു. കാരണം ഈങ്ങാപ്പുഴ പുഴയോട് ചേർന്നുള്ള ഭാഗമാണ്. നേരത്തെ പല ഘട്ടങ്ങളിലും ഈ മേഖലയിൽ വെള്ളം കയറുന്നത് സ്വാഭാവികമായിരുന്നു. അതിനെ തുടർന്നാണ് ഇറിഗേഷൻ വിഭാഗം ഇടപെടുകയും ഈ റോഡ് ഉൾപ്പെടെയുള്ളവ ഉയർത്തി വീതി കൂട്ടി ടാർ ചെയ്യുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം വലിയ രീതിയിൽ ഈ മേഖലയിലേക്ക് വെള്ളം കയറാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് പുലർച്ചെ വീണ്ടും വെള്ളം കയറുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ പരിസരവാസികളെല്ലാം തന്നെ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടോടെയാണ് ഈ പോകുന്നതൊക്കെ. ചേട്ടാ, വീട് എവിടെയാണ്? ഞാൻ ഇവിടെ താമസിക്കുന്നത്. ഇതിപ്പോൾ എത്ര മണി മുതലാണ് വെള്ളം കയറി തുടങ്ങിയത്? രാവിലെ 6 മണിക്ക് ഉറക്കം വേണ്ടിയിട്ട് നോക്കുമ്പോൾ വെള്ളം നിറച്ച് നിൽക്കുന്നത്. വീട്ടിലേക്കൊക്കെ ബുദ്ധിമുട്ടായോ? മൊത്തം വെള്ളം. പീടിയുണ്ട്, പീടിക്കകത്തൊക്കെ വെള്ളം. ഈ സാധാരണ ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഒരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം കയറി അത്രയും വെള്ളം. വലിയ നഷ്ടമാണോ കടയിലൊക്കെ ഉള്ളത്? കടയിൽ മൊത്തം പോയി. എന്ത് കടയാ? റെഡിമെയ്ഡ്. മുഴുവനായിട്ട് പോയോ? മുഴുവൻ പോയി. സാധാരണഗതിയിൽ ഇങ്ങനെ മുൻപേ നിർദ്ദേശം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. ഒന്നുമില്ല. ഇന്നലെ ലീവായിരുന്നു ഇവിടെയൊക്കെ. ഇന്നലെ മഴ പിന്നെ വെള്ളം വലിയ മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ലീവായിരുന്നു. ഇന്നും മുന്നറിയിപ്പൊന്നും ഇല്ലായിരുന്നു. ഈ നേരത്തെ ഈ പുഴ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഉണ്ട്. പുഴ എപ്പോഴും കരകവിഞ്ഞൊഴുകുക തന്നെ വലിയ മഴ പെയ്യുമ്പോൾ. മുൻപ് പ്രളയത്തിൻ്റെ സമയത്തൊക്കെ ആയിരുന്നോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? പ്രളയത്തിൻ്റെ സമയം. ഇതിപ്പം ഉരുൾപൊട്ടിയതാണോ എന്നൊരു സംശയം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ചേട്ടൻ എന്തെങ്കിലും അറിയോ? അങ്ങനെ സാധാരണ ഉരുൾപൊട്ടിയാലാണോ? തോന്നുന്നില്ല, ഉരുൾപൊട്ടിയായിട്ട് തോന്നുന്നില്ല. വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. വെള്ളം തന്നെ, മഴേൻ്റെ തന്നെ. മഴ വലിയ ശക്തിയായ മഴയായിരുന്നു, വലിയ മഴയായിരുന്നു. ഇന്നലെ രാത്രി മുതൽ ഈ മേഖലയിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഈ വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈങ്ങാപ്പുഴ തൊട്ടടുത്താണ്. അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വെള്ളം കയറിയതാണ് യഥാർത്ഥത്തിൽ കടകളിലേക്കും വീടുകളിലേക്കും ഒക്കെ കാര്യമായ രീതിയിൽ വെള്ളം കയറാനുള്ള കാരണമായത്. അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ സാഹചര്യമാണ്. അവിടെയെല്ലാം തന്നെ പല പുഴകളും കരകവിഞ്ഞൊഴുകുകയും അതോടൊപ്പം തന്നെ ഈ ഡാമുകൾക്ക് മുകളിലേക്ക് വെള്ളം കയറുകയും, കാരണം നേരത്തെ പറഞ്ഞതുപോലെ മലയോര മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. ആ മഴയെല്ലാം തന്നെ ഈ പുഴകളിലേക്ക് വെള്ളം പല ഭാഗങ്ങളിലും മലവെള്ളപ്പാച്ചിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ആ ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ ഈ പുഴകളിലേക്ക് കാര്യമായി വെള്ളം എത്തുന്നു. അങ്ങനെ പല ഡാമുകളും കരകവിഞ്ഞൊഴുകുകയും ചില ഡാമുകളുടെ ഷട്ടറുകൾ ഉൾപ്പെടെ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം പല വീടുകളുടെ മുകളിലേക്കും മണ്ണ് ഇടിഞ്ഞു വീഴുകയും അതോടൊപ്പം തന്നെ മരം വീഴുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിലവിൽ താമരശ്ശേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണമാണ്. നേരത്തെ ഈ മുത്തപ്പൻ പുഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് താൽക്കാലികമായി ഉണ്ടാക്കിയ ചപ്പാത്ത് ഉൾപ്പെടെ ഒലിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. പകരം പുതിയ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പാതയിലൂടെയാണ് ഈ വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നത്. കാരണം മുത്തപ്പൻ പുഴയ്ക്ക് സമീപത്തൊക്കെ ആളുകൾ താമസിക്കുന്നതാണ്. ഏതെങ്കിലും രീതിയിൽ വെള്ളം കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലോ മറ്റോ ഉണ്ടായാൽ അവിടെയുള്ള ആളുകൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി ജീപ്പും കാറും ഉൾപ്പെടെയുള്ളവ ആ വഴിയിലൂടെ, ആ താൽക്കാലിക പാലത്തിലൂടെ കടത്തിവിട്ടാണ് ആളുകളെ ഇക്കരയിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ പല മേഖലകളിലും, കോഴിക്കോടിൻ്റെ പല മേഖലകളിലും, തീരദേശ മേഖലകളിലും അതോടൊപ്പം തന്നെ ഈ മലയോര മേഖലകളിലുമൊക്കെ ചില നിയന്ത്രണങ്ങളുണ്ട്. നേരത്തെ
പല മേഖലകളിലും ഉരുൾപൊട്ടിയ മേഖലകളിലൊക്കെ നേരത്തെ ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ ഉണ്ടായ മേഖലകളിലൊക്കെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പല മേഖലകളിലും ഇതിനോടകം തന്നെ ചില സ്ഥലങ്ങളിൽ വിണ്ടുകീറലുകളും അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടാനുള്ള സാധ്യത മണ്ണിടിച്ചിൽ നേരിയ രീതിയിലെങ്കിലും മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം മേഖലകളിൽ നിന്ന് ആളുകളോട് മാറി താമസിക്കണം, ഒന്നുകിൽ ക്യാമ്പുകളിലേക്കോ അല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്കോ മാറണം എന്നൊരു നിർദ്ദേശമുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോഴും മലയോര മേഖല കേന്ദ്രീകരിച്ച് മഴ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയോര മേഖലയിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. കോഴിക്കോട് അവിടെ നിന്നുമുള്ള ദൃശ്യമാണ്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡുകളിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. വലിയ തരത്തിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ കോഴിക്കോട്ടെ സാഹചര്യമാണ് ഇപ്പോൾ സരീഷ് വ്യക്തമാക്കിയത്.